കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പം തീ കത്തിച്ചിട്ടുണ്ട്. തനിക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചാണ് കേട്ടോ. അപ്പം വെള്ളം തന്നെയാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ കണ്ടിട്ട് ഞങ്ങൾക്ക് മീനില്ല കേട്ടോ. ഇന്ന് മറ്റേ വള്ളിപ്പയറില്ല, ചീഞ്ഞാപ്പയർ മെഴുക്കുവരട്ടി, വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും പച്ചമുളകും ഒരു സവോളയും കൂടി ഇട്ട് തീയലും വെക്കാൻ വിചാരിക്കും കേട്ടോ. പിന്നെ മോര് കുറച്ച് ഇരിപ്പുണ്ട്, ഒരു മുട്ടയും കൂടെ വറക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ കേട്ടോ. വെള്ളം വെച്ച് കൊടുക്കട്ടെ. നമ്മുടെ ബാക്കി പരിപാടിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് അച്ചിങ്ങാപ്പയർ മെഴുക്കുപുരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പയർ ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. പാത്രം വെച്ചു, സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാത്രം ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ പോയി കൊച്ചു ടി വി കാണാൻ കാശുകൂട്ടാ. ഇവിടെ ഇരുന്ന് വേഗട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ തീയലിനുള്ളത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു വഴുതനങ്ങയുടെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി വെക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെച്ചിട്ടുണ്ട് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി കേട്ടോ. നല്ലതാണേ. ഇച്ചിരി ചിക്കൻ മസാലയൊക്കെ ഇട്ട് നല്ലതാണ് വെക്കാൻ കേട്ടോ. ഉരുളൻകിഴങ്ങാണ്. രാവിലെ സാമ്പാറിനെടുത്തപ്പോൾ വലിയ ഉരുളൻകിഴങ്ങായിരുന്നു. അപ്പോൾ ഞാനോട്ടെന്നാൽ കുറച്ചെടുത്ത് മാറ്റിയേക്കാമെന്ന് വെച്ചായിരുന്നേ. അപ്പോൾ ആ ഉരുളൻകിഴങ്ങാണ് കേട്ടോ. വറ്റൽമുളക് ചതച്ചിട്ടിട്ട് അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി വെക്കും. അത് നല്ലതാണ് കേട്ടോ.
2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശിക്കുട്ടിനിടയ്ക്ക് വന്ന് വെള്ളം ചോദിക്കുന്നുണ്ട്. ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കട്ടെ. ഇവിടെ തീയത്ത് ഇടടാ. അപ്പോ വെള്ളം കുടിക്കുന്നവിടെ പോയി മധുരസേവ കഴിച്ച പാത്രം എന്ത് ചെയ്യും? മധുരസേവ അല്ല, മധുരസേവ കഴിച്ച പാത്രം എന്ത് ചെയ്യുന്നു? സവാള അരിഞ്ഞു കൊടുക്കുന്നുണ്ടേ. വേണോ? ഇങ്ങടുക്കും അവിടെ അപ്പം നമ്മുടെ തീയലിനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പം നമുക്കത് ചൂടാകുമ്പോൾ എണ്ണയ്ക്കകത്ത് വഴറ്റിയാണ് കേട്ടോ ഞാൻ തീയൽ വെക്കുന്നത്. ഉരുളക്കിഴങ്ങും പച്ചമുളക് സവാള ഒരു വഴുതനങ്ങയുടെ പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനുള്ള മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതാണ് കേട്ടോ വഴുതന ഇട്ട് തീയൽ വെക്കാൻ. നല്ല ടേസ്റ്റാണ് വഴുതന ഇട്ട് തീയൽ വെക്കാൻ കേട്ടോ. അത് മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ച് അച്ചിങ്ങപ്പയർ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ ഇച്ചിരി കൂടെ വഴന്ന് വരാനുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അരി കഴുകിയിടാണ് കേട്ടോ.
അപ്പോൾ അരി ഇടുമ്പോൾ ഞാനിങ്ങനെ 3 വട്ടം ഇങ്ങനെ ഇതാക്കിയാണ് ഇടുന്നത് അരി ഇടുന്നത്. എൻ്റെ അമ്മയൊക്കെ പറയും ഒരരി പോലും കളയരുത്, അതിലേതെങ്കിലും ഒരു അരിക്കായിരിക്കും ഭാഗ്യമുള്ളത്, അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ കാലത്ത് ചോറ് കാണുന്നതെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ കഴിയുമ്പോൾ 1-2 അരിയൊക്കെ വെളിയിൽ പോകാറുണ്ട്. തീയലിനുള്ള തേങ്ങ വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കുവേ. ഉരുളൻകിഴങ്ങും സവോളയും വഴുതനങ്ങയും ഉണ്ട്. തീയലിനുള്ള തേങ്ങ ഞാൻ ഇവിടെ തിരുമ്മി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീയലിനുള്ള തേങ്ങ ഇനി വറക്കണം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ചട്ടിയിലാണ് കേട്ടോ ഞാൻ തേങ്ങ വറക്കുന്നത്. അല്ലെങ്കിൽ മൺചട്ടിയിലൊക്കെ വെക്കുന്ന കറികൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങും വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ തീ അതിൻ്റെ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. നമ്മളിതിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത്. ദാഹമുക്തി എന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഏലക്കയും ഗ്രാമ്പൂ അങ്ങനെയുള്ള ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. വെള്ളം കുടിക്കുമ്പോഴും നമുക്കൊരു നല്ലൊരു ടേസ്റ്റ് ഒക്കെയാണ് വെള്ളത്തിൽ. എല്ലാവരും പോയിരുന്നു. ആദ്യമൊക്കെ തീയിൽ വെക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. തേങ്ങ വറക്കാനെ കൊണ്ട് നിൽക്കണമല്ലോ എന്ന് ഓർത്തല്ലോ. പിന്നെ തേങ്ങ വറുത്ത് വെച്ച് കൂട്ടിയതിന് ശേഷം നല്ലതാണ് കേട്ടോ.
അത് വെള്ളം തിളപ്പിക്കാൻ വെച്ചത് കാലത്ത് തുടങ്ങി. അതിന്റെ പരസ്യം വരുമ്പോ ഓടി എൻ്റെ അടുത്തോട്ട് വരും കേട്ടോ. എന്നാ ചൂടാണെന്നേ, ഭയങ്കര ചൂടാണ്. ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ പൊടി ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കുവാണേ. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ശകലം ചിക്കൻ മസാല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാല, മീറ്റ് മസാല, അല്ലാതെ പൊടിക്കുന്ന മസാലയൊക്കെ ചേർക്കുന്നവർക്ക് ചേർക്കാം. ഇന്ന് ഞാൻ പുളി ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് പൊടികൾ മസാല ചേർത്താണ് കേട്ടോ തേര് വെക്കുന്നത്. നമ്മുടെ പൊടിയെല്ലാം ഒന്ന് മൂത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം.
ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുടിക്കാൻ വെച്ച വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്യുന്നേ. ഉരുളൻകിഴങ്ങ് സവാള ഇവിടെ വെന്തില്ലേ, അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. വെച്ചു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കഞ്ഞി അവിടെ കിടന്ന് തിളക്കുന്നുണ്ട്. കാശിക്കുട്ട അവിടെ വെക്ക്. ആ പൊടിയാണ് തിരിച്ചു വെക്ക. എടുക്കണ്ട വേണ്ട. അപ്പൊ ഇച്ചിരി വെള്ളവും കൂടെ ജാറ് കഴുകി ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. ഈത്ത് പിടിക്കരുത്, മാറിക്കേ. മാറ് പാലവീർ തുടങ്ങാറായി, പോയി കാണാം. ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ പോയി നമുക്കിതിന് കടു വറുത്ത് ചേർക്കണം കേട്ടോ. അതിന്റെ പരസ്യം ആകുമ്പോഴത്തേക്ക് ഓടി എൻ്റെ അടുത്തോട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ തീയല് വേണ്ടി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി അതിന് കടു വറുത്ത് ചേർക്കണം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക്, പച്ചമുളക്, അപ്പൊ നമ്മുടെ തീയല് ദേ ഇവിടെ നല്ല തിളച്ച് നല്ല ഇപ്പൊ എല്ലാവരും എൻ്റെ ഈ തീയലിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതാണ് വഴുതനങ്ങ ഇട്ട് തീയൽ വെക്കാം കേട്ടോ. വഴുതനങ്ങ തന്നെ ഇട്ട് വെക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ തക്കാളിയോ ഉരുളൻകിഴങ്ങോ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. ഞാനപ്പോൾ ഇന്ന് കാശിക്കുട്ടൻ്റെ തീയലിനകത്ത് ഉരുളൻകിഴങ്ങ് ഇഷ്ടമാണ്. അപ്പോൾ അതിനാണ് കേട്ടോ ഞാനൊരു ഉരുളൻകിഴങ്ങും കൂടെ ഇട്ടത് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിനകത്തോട്ട് കറി ചേർത്ത് കൊടുക്കും.
നമ്മുടെ തീയൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. സത്യം പറയാൻ എനിക്ക് ഇത് വെച്ച് എടുക്കാൻ പേടിയാണ് കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരു വട്ടം ഇത് പോയിട്ടുണ്ട്, സ്ലിപ്പായി. ടേസ്റ്റി ആയിട്ടുള്ള തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പം നമ്മുടെ അച്ചിങ്ങാപ്പയർ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേക്ക് 2 മുട്ടയും കൂടെ പൊരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് മീനൊന്നും ഇല്ല കേട്ടോ. അപ്പം മുട്ട വെച്ച് ഇന്നത്തെ ദിവസം അഡ്ജസ്റ്റ്. നമുക്ക് മുട്ട പൊരിക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ ലൈറ്റർ പോയി, താഴെ വീണ് പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും വെച്ചിട്ടാണ് കേട്ടോ കത്തിക്കുന്നത്. എനിക്ക് ലൈറ്റർ മേടിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു. കുറേ ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ താഴെ പോലെ കാശ് കൂടെ എടുത്ത് താഴെ. അപ്പം അങ്ങനെ പോയാണ് കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ കാശിക്കുട്ടനൊരു മുട്ടക്കൊതിയനാണ്. മുട്ട എവിടെ കണ്ടാലും കാശിക്കുട്ടന് മുട്ട വേണം. അപ്പം മുട്ടയുടെ മണം അടിച്ചത് വന്ന് നിൽക്കുവാണ്. അങ്കമ്പാടി പോകുന്ന കാര്യം പറഞ്ഞു. അങ്കമ്പാടി പോകുന്ന കാര്യം പറയുന്നില്ല. പോവാണോ? എന്തേ നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്. ഞാൻ മുട്ട വെച്ച് എഴുതി കൊടുക്കുവാണേ. മുട്ട ഇങ്ങനെയൊക്കെ പൊരിച്ച് എടുക്കുന്നതിലൊന്നും ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നും ഇല്ല കേട്ടോ. കറക്റ്റ് എൻ്റെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ എടുക്കുന്ന കൂട്ടത്തിൽ കീറിയൊക്കെ പോകാറുണ്ട്. ഉണ്ടാക്കിയോ? ഞാൻ കണ്ടില്ലല്ലോ നീ ഉണ്ടാക്കുന്നേ. ഇങ്ങനെയൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര പാടെന്നല്ല. കണ്ടില്ലേ? ദോശയല്ലത്. ചേട്ടാ ഉണ്ടായിരുന്നു എന്നെ കളിയാക്കി കൊന്നേനേട്ടോ. ഒരു മുട്ട പോലും നിനക്ക് തിരിച്ചിടാൻ അറിയത്തില്ലേ ചോദിക്കുവായിരുന്നു. ഞാൻ എടുക്കുമ്പോൾ അത് കീറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
ഞാൻ ഒരു വിധത്തിൽ അത് തിരിച്ചിട്ടിട്ടുണ്ട്. ദോശയല്ല പൊന്നാ, മുട്ട. അപ്പൊ ഞാൻ മുട്ട പൊരിക്കാനുള്ള മുട്ട എടുത്തിട്ട് മുട്ടത്തോട് മാറ്റി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാശിക്കുട്ടൻ വന്ന് അതെല്ലാം പൊടിച്ചത് ഇത്ര ഉപകാരം ചെയ്തത് കേട്ടോ. അപ്പൊ അതേ നമുക്ക് ഉള്ളിയില്ലേ, മുട്ടക്കെടുത്ത് കുറച്ച് ഉള്ളിയുടെ തൊലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തത് റോസൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് റോസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വിടാം, ഒറ്റയ്ക്ക് പോവണ്ട. കഞ്ഞി വെന്തോ നോക്കട്ടെ. നോക്കട്ടെ, ചോറ് ഊറ്റണം കേട്ടോ. ചോറ് വെന്തിട്ടുണ്ട്, ഊറ്റാൻ പോകണം. അപ്പം നമ്മുടെ കഞ്ഞി ഊറ്റി ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടെ തീയൽ വെച്ചു, അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കി, മോരുകറി ഉണ്ടാക്കി. അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും